Hi everyone, welcome back to EduTutor. How are you all doing today? Do you feel confused when you try to ask questions in English? Or do you know sometimes the answer but don't know how to ask the questions? If yes, don't worry, you are not alone. In today's video, we are going to learn how to ask questions in English. Very easy and simple way. We will learn how to ask yes or no questions. Secondly, how to use WH words like what, where, which, why, how, and so on. And also how to ask questions in daily life politely. And this is going to be super useful for your everyday daily life conversations at home, with friends, and even at your work. So stay with me till the end and let's learn together in a fun and easy way. Okay, are you ready? Then let's begin. First one, yes or no questions. ഇതിനെ ക്ലോസ്ഡ് questions എന്നും പറയും. These are questions where the answer is yes or no. ഇത് ഈ ചോദ്യത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പാറ്റേണിൻ്റെ പ്രത്യേകത ഇതിൻ്റെ ആൻസർ എപ്പോഴും യെസ് ഓർ നോ ക്വസ്റ്റ്യൻസിൻ്റെ പ്രത്യേകത ഇതിൻ്റെ ആൻസർ എപ്പോഴും യെസ് അല്ലെങ്കിൽ നോ എന്നായിരിക്കും. സ്ട്രക്ചർ ഹെൽപ്പിംഗ് വേർബ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് മെയിൻ വേർബ്. പിന്നെ സ്ട്രക്ചർ ആദ്യം ഹെൽപ്പിംഗ് വെർബ് ആയിരിക്കും വരിക, ശേഷം നമ്മൾ സബ്ജക്റ്റാണ് വയ്ക്കുക, അതിന് ശേഷമാണ് മെയിൻ വേർബ് യൂസ് ചെയ്യുന്നത്. ഹെൽപ്പിംഗ് വേർബിൻ്റെ എക്സാമ്പിൾസാണ് അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വേർബ് എന്താണ് എന്ന് അറിയാത്തവർ ഒന്ന് എഴുതി വെച്ചോളൂ. ആം, ഈസ്, ആർ, വേർ, was, has, have, had, do, does, did ഇതൊക്കെയാണ് ഹെൽപ്പിംഗ് വേർബായിട്ട് വരിക. സബ്ജക്റ്റ് എന്ന് പറയുന്നത് പേഴ്സൺ, പ്ലേസ്, തിങ് ഓർ ഐഡിയ ഇതൊക്കെയാണ് സബ്ജക്റ്റിൽ വരിക. പേഴ്സൺ എന്ന് പറയുമ്പോൾ വ്യക്തിയുടെ പേര്, ഏതെങ്കിലും വ്യക്തികളുടെ പേര് വരാം, അല്ലെങ്കിൽ ഹി, ഷീ അങ്ങനെ വരാം. പിന്നെ സ്ഥലങ്ങളുടെ പേരുകൾ വരും, പിന്നെ ചില സാധനങ്ങളുടെ വസ്തുക്കളുടെ പേര് വരാം, പിന്നെ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ അത് വരാം. ഇതൊക്കെ സബ്ജക്റ്റിൽ വരുന്നതാണ്. മെയിൻ വെർബ് എന്ന് പറയുന്നത് ഒരു സെൻറ്റൻസിലെ ആക്ഷൻ വെർബാണത്, പ്രവൃത്തിയാണ്. ഇപ്പോൾ ഹാപ്പി, ഈറ്റ്, റൺ, ജമ്പ്, സ്ലീപ്പ് ഇതൊക്കെ ആക്ഷൻസാണ്, പ്രവൃത്തികളാണ്. അപ്പോൾ അതൊക്കെ മെയിൻ വെർബായിട്ട് വരും. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസിൽ കൂടെ ഇത് ക്ലിയർ ആയിട്ടൊന്ന് പഠിക്കാം. ആർ യു ഹാപ്പി? യെസ് ഓർ നോ? ഓക്കെ, അപ്പോൾ ആർ യു ഹാപ്പി ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നതാണ് ഒന്നെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ. ഇവിടെ ആർ എന്ന് പറയുന്നത് ഹെൽപ്പിംഗ് വെർബാണ്, യു എന്ന് പറയുന്നത് സബ്ജക്റ്റാണ്, ഹാപ്പി ആണ് ഇവിടെ മെയിൻ വെർബ്. ഓക്കെ,
അപ്പോൾ നിങ്ങൾക്ക് സന്തോഷമാണോ, നീ സന്തോഷമായിട്ടിരിക്കുന്നോ എന്ന് ഒരു വ്യക്തിയോട് ചോദിക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെയാണ് ചോദിക്കേണ്ടത്. ആർ യു ഹാപ്പി? ഡു യു ലൈക്ക് കോഫി? ഇവിടെ ഡു എന്ന് പറയുന്നത് ഹെൽപ്പിംഗ് വേർബാണ്. യു എന്ന് പറയുന്നത് ഇവിടെ സബ്ജക്റ്റാണ്. ലൈക്ക് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ മെയിൻ വെർബ്. ശേഷം വരുന്നതാണ് കോഫി. ഓക്കെ, അപ്പോൾ നിനക്ക് കോഫി ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നത് ഒന്നെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ. ഇതാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരിക. അപ്പോൾ ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യനിൽ നിനക്ക് കോഫി ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നത് ഡു യു ലൈക്ക് കോഫി. ഇനി കോഫിക്ക് പകരം നമുക്ക് എന്ത് വേണമെങ്കിലും അവിടെ പ്ലേസ് ചെയ്യാം, അല്ലേ? ഇപ്പോൾ നമ്മൾ കോഫി ഇഷ്ടമാണോ എന്ന് ചോദിച്ചതിന് പകരം നമുക്ക് നിനക്ക് മസാല ദോശ ഇഷ്ടമാണോ, അല്ലെങ്കിൽ നിനക്ക് ആ വ്യക്തിയെ ഇഷ്ടമാണോ, അത് നമുക്ക് നമ്മളുടേതായ രീതിയിൽ മാറ്റി എഴുതാം. അല്ലെങ്കിൽ നിനക്ക് ആ സബ്ജക്റ്റ് ഇഷ്ടമാണോ. നെക്സ്റ്റ് വൺ, ഈസ് ഷീ യുവർ ഫ്രണ്ട്? ഇതും ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യനാണ്. ഈസ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഹെൽപ്പിംഗ് വെർബ്. ഷീ എന്ന് പറയുന്നത് സബ്ജക്റ്റാണ്. പിന്നെ വരുന്നതാണ് മെയിൻ വെർബ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ചോദ്യം വരുന്നത്, നമുക്ക് ചോദിക്കാനുള്ളത് അത് നിൻ്റെ കൂട്ടുകാരിയാണോ എന്ന് ചോദിക്കുമ്പോൾ ഈസ് ഷീ അത് കഴിഞ്ഞു. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് അത് നിൻ്റെ കൂട്ടുകാരിയാണോ. ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് മെയിൻ വെർബ് എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി ഇല്ല, പക്ഷെ നമുക്ക് ചോദിക്കാനുള്ളത് നിൻ്റെ കൂട്ടുകാരിയാണോ. അപ്പോൾ ഈസ് ഷീ കഴിഞ്ഞിട്ട് ശേഷമുള്ള കാര്യങ്ങൾ എഴുതുക. യുവർ ഫ്രണ്ട്, അത് നിൻ്റെ കൂട്ടുകാരിയാണോ. ഓക്കെ, ക്യാൻ യു സ്വിം? ക്യാൻ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഹെൽപ്പിംഗ് വെർബ്. യു എന്ന് പറയുന്നത് സബ്ജക്റ്റ്. മെയിൻ വെർബാണ് സ്വിം, നീന്തുക. ക്യാൻ യു സ്വിം? നിനക്ക് നീന്താൻ പറ്റുമോ? ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ യെസ് അല്ലെങ്കിൽ നോ എന്നായിരിക്കും. ഇനി ഈ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് നമുക്ക് പല ടെൻസസിൽ യൂസ് ചെയ്യുന്നുണ്ട്. പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, അങ്ങനെ നമുക്ക് നോക്കാം. പ്രസൻറ്റ് സിമ്പിൾ ടെൻസിൽ യൂസ് ചെയ്യുന്ന രീതിയാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. ഡു യു പ്ലേ ഫുട്ബോൾ? ഡു എന്നത് ഹെൽപ്പിംഗ് വെർബാണ്. യു എന്നത് സബ്ജക്റ്റാണ്. പ്ലേ എന്നുള്ളതാണ് മെയിൻ വെർബ്. അതിനുശേഷം നമുക്ക് വരുന്ന ബാക്കിയുള്ള കാര്യങ്ങളാണ് ഫുട്ബോൾ എന്ന് പറയുന്നത്. ഡു യു പ്ലേ ഫുട്ബോൾ? നീ ഫുട്ബോൾ കളിക്കുമോ? ഇവിടെ പ്രസൻറ്റ് സിമ്പിൾ ടെൻസാണ്. പ്രസൻറ്റ് ഇപ്പോഴത്തെ കാര്യമാണ്. അത് നമുക്ക് ഇപ്പോൾ ചോദിക്കുന്ന കാര്യത്തെ ഡു എന്നാണ്, പ്രസൻറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡു. ഓക്കെ, നെക്സ്റ്റ് വൺ, ഡസ് ഷീ വർക്ക് ഹിയർ? അവൾ ഇവിടെയാണോ ജോലി ചെയ്യുന്നത്? ഇവിടെ ഡു എന്നതിന് പകരം ഡസ് എന്ന് വെച്ചു. പ്രസൻറ്റ് ടെൻസ് ആണ്, പ്രസൻറ്റ് സിമ്പിളാണ്. ഡസ് എന്ന് വയ്ക്കാൻ കാരണം ഷീ അല്ലെങ്കിൽ ഹീ വരികയാണെങ്കിൽ ഡസ് എന്നുള്ള ഒരു വേർഡാണ്, ഒരു ഹെൽപ്പിംഗ് വേർബാണ് യൂസ് ചെയ്യുക. ഇത് ഞാൻ മുന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം അതിനുശേഷം സബ്ജക്റ്റ് ഷീ, പിന്നെയാണ് മെയിൻ വേർബ് വർക്ക്. പിന്നെ ഇവിടെയാണോ എന്ന് നമുക്ക് ചോദിക്കണം, അല്ലേ? അപ്പോൾ ഇവിടെ, ഹിയർ, അത് ലാസ്റ്റ് വയ്ക്കുക. ഇനി പാസ്റ്റ് സിമ്പിൾ. ഡിഡ് യു ഫിനിഷ് യുവർ ഹോം വർക്ക്? നമ്മൾ നേരത്തെ പ്രസൻറ്റിൽ ഡു എന്ന് കണ്ടു, അല്ലെങ്കിൽ ഡസ് എന്ന് കണ്ടു. ഇതേ സാധനം പാസ്റ്റിലേക്കാകുമ്പോൾ
പാസ്റ്റ് സിമ്പിളിലേക്ക് ആകുമ്പോൾ ഡു ഡിഡായി മാറും. ഓക്കെ, ഡിഡ് യു, ഡിഡ് എന്ന് പറയുന്നതാണ് ഹെൽപ്പിംഗ് വേർബ്. ശേഷം സബ്ജക്റ്റ് യു, പിന്നെ മെയിൻ വേർബ് ഫിനിഷ് യുവർ ഹോംവർക്ക്. അത് പിന്നെ ലാസ്റ്റ് വരുന്നതാണ് നിൻ്റെ ഹോംവർക്ക് എന്നതാണ് നമ്മുടെ ചോദ്യം. നിൻ്റെ ഹോംവർക്ക് നീ ഫിനിഷ് ചെയ്തോ? അടുത്തിട്ട് ഡിഡ് ദേ ഗോ ടു സ്കൂൾ, അവർ സ്കൂളിൽ പോയോ എങ്ങനെ ചോദിക്കാം? ഡിഡ് പോയോ എന്ന് ചോദിക്കുന്നതാണ്. അപ്പോൾ പാസ്റ്റ് ടെൻസിലേക്കാണ് നമുക്ക് വരേണ്ടത്. അപ്പോൾ ഡു എന്നല്ല, ഡിഡ്. ദേ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്, അവർ. ഗോ എന്ന് പറയുന്നതാണ് മെയിൻ വേർബ്. ശേഷം എവിടേക്ക് പോയെങ്കിൽ നമുക്ക് ചോദിക്കേണ്ടത് ടു സ്കൂൾ. അപ്പോൾ അത് നമുക്ക് കൂട്ടിച്ചേർക്കാം. വിത്ത് ബി ഫ്രണ്ട്സ് വേർബ്സ്. ഇവിടെ ബി വേർബ്സുകൾ നമുക്കൊന്ന് പഠിച്ചു നോക്കാം. ആർ യു റെഡി, നിങ്ങൾ റെഡിയാണോ എങ്ങനെ ചോദിക്കാം? അതെങ്ങനെയാണ് വന്നത്? ആർ യു, ആദ്യം നമ്മൾ ഹെൽപ്പിംഗ് വേർബായിട്ടുള്ള ആർ ഉപയോഗിക്കുന്നു, പിന്നെ സബ്ജക്റ്റ് യു, പിന്നെ വെർബ് റെഡി. ഇതിൻ്റെ ആൻസർ എന്താണ്? ആർ യു റെഡി? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണോ അത്? യെസ് അല്ലെങ്കിൽ നോ എന്ന് പറയാം അല്ലേ? ഇത് ഐ ആം റെഡി എന്ന് പറയുന്ന ഒരു ആൻസറിൻ്റെ അല്ലെങ്കിൽ ഐ ആം റെഡി എന്നതിനെ നമുക്ക് ചോദ്യത്തിൻ്റെ ഫോമിലേക്ക് ആക്കുന്ന രീതിയാണിത്. ഐ ആം റെഡി, ഐ എന്ന് പറയുന്നതാണ് ഇവിടെ യു ആയിട്ട് മാറുക. ആം എന്നതാണ് ആറായിട്ട് മാറുക. ഐ ആം റെഡി, ആർ യു റെഡി? ആൻസർ വരുന്നത് യെസ് അല്ലെങ്കിൽ നോ തന്നെയാണ്. വാസ് ഹി അറ്റ് ഹോം, അവൻ വീട്ടിൽ ഉണ്ടോ എന്ന് ചോദിക്കുന്നതാണ്. ഹി വാസ് അറ്റ് ഹോം എന്ന് പറയുന്നതിനെ ക്വസ്റ്റ്യനിലേക്ക് ആക്കുമ്പോൾ അതിൽ വാസ് എന്ന ഹെൽപ്പിംഗ് വേർബാണ് ഫസ്റ്റ് വരുന്നത്, പിന്നെയാണ് സബ്ജക്റ്റ് വരിക, പിന്നെ നമുക്ക് വരേണ്ടതാണ് മെയിൻ വെർബ്. അപ്പോൾ അറ്റ് ഹോം എന്നുള്ളതാണ് ഇവിടെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുക. കുറച്ച് മോഡൽ വെർബ്സ് നമുക്ക് പഠിക്കാം. ക്യാൻ യു ഹെൽപ്പ് മീ, എന്നെ സഹായിക്കുമോ, എന്നെ സഹായിക്കാൻ പറ്റുമോ എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം? ക്യാൻ ആണ് ഇവിടെ നമുക്ക് ഹെൽപ്പിംഗ് വേർബായിട്ട് വരിക. കഴിയുമോ എന്നല്ലേ ചോദിക്കുന്നത്, എന്നെ സഹായിക്കാൻ പറ്റുമോ? അപ്പോൾ ആ കഴിയുമോ എന്ന് ചോദിക്കുന്നതിൽ ക്യാൻ എന്നുള്ള വാക്കാണ് കഴിയും എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഇവിടുത്തെ നമ്മളുടെ ഹെൽപ്പിംഗ് വേർബ്. പിന്നെ സബ്ജക്റ്റ് യു, പിന്നെയാണ് മെയിൻ വെർബായിട്ടുള്ള ഹെൽപ്പ് വരുന്നത്. നിനക്ക് എന്നെ സഹായിക്കാൻ കഴിയുമോ, ലാസ്റ്റ് എന്നെ എന്നുള്ള വാക്ക് ലാസ്റ്റേക്ക് വയ്ക്കുക. ഷുഡ് ഐ കോൾ ഹർ, ഞാൻ അവളെ വിളിക്കണോ, എന്ന് ചോദിക്കുന്നത് ഷുഡാണ് ചോദിക്കുക. അത് ഷാൽ എന്നുള്ള വാക്കാണ് ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഷുഡായി മാറുന്നത്. ഐ ഷാൽ കോൾ ഹർ എന്ന് പറയുന്നത് എന്നുവെച്ചാൽ ഞാൻ അവളെ വിളിക്കാം എന്ന് പറയുന്നതാണ് ഐ ഷാൽ കോൾ ഹർ. അപ്പോൾ അത് നമുക്ക് ക്വസ്റ്റ്യൻ ഫോമിലോട്ട് ആക്കുമ്പോൾ ഞാൻ അവളെ വിളിക്കണോ, ഒരു നിർബന്ധമുള്ള കാര്യമാണോ എന്ന് ചോദിക്കുമ്പോൾ ഷുഡ് എന്ന് പറയുന്ന വേർഡ് ക്വസ്റ്റ്യൻ ഫോമിൽ ഹെൽപ്പിംഗ് വേർബായിട്ട് ഫ്രണ്ടിൽ വരും. അതിനുശേഷം സബ്ജക്റ്റ്, പിന്നെ മെയിൻ വേർബായിട്ടുള്ള കോൾ, പിന്നെ അവളെ എന്ന് പറയുന്നതാണ് ഹെർ, അതാണ് ലാസ്റ്റ് നമുക്ക് എഴുതേണ്ടത്. ഓക്കെ, വിൽ യു കം ടുമോറോ, നീ നാളെയും വരുമോ? എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കുക? വരുമോ, നാളെയും. അപ്പോൾ അതൊരു
നാളത്തെ കാര്യമാണ് അല്ലേ, ഫ്യൂച്ചറിൻ്റെ കാര്യമാണ്. അപ്പോൾ അവിടെ ഐ വിൽ കം ടുമോറോ എന്ന് പറയും. ഞാൻ നാളെ വരാം എന്നതിന് ഞാൻ നാളെ വരാം എന്നെങ്ങനെ പറയുന്നത്? ഐ വിൽ കം ടുമോറോ. അപ്പോൾ അതിനെയാണ് നമ്മൾ ഇവിടെ ചോദ്യമാക്കുന്നത്. ചോദ്യമാക്കുമ്പോൾ ഹെൽപ്പിംഗ് വേർബായിട്ടുള്ള വിൽ എന്നുള്ളത് ഫ്രണ്ടിലും സബ്ജക്റ്റ് ആയിട്ടുള്ള ഐ അതിന് ശേഷവും കം എന്ന വെർബ് മെയിൻ വെർബ് സബ്ജക്റ്റിന് ശേഷവും പിന്നെ ബാക്കിയുള്ള ഭാഗം നാളെ അത് ടുമോറോ അത് ലാസ്റ്റും എഴുതുന്നു. അപ്പോൾ അതൊരു ക്വസ്റ്റ്യനായി. നെക്സ്റ്റ് വൺ WH ക്വസ്റ്റ്യൻസ്. ഇതിനെ ഓപ്പൺ ക്വസ്റ്റ്യൻസ് എന്നും പറയും. ദീസ് ക്വസ്റ്റ്യൻസ് നീഡ് ഫുൾ ആൻസേഴ്സ്, നോട്ട് ജസ്റ്റ് യെസ് ഓർ നോ. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് പോലെയല്ല. ഈ WH ക്വസ്റ്റ്യൻസിൽ ആൻസർ ആയിട്ട് വരിക ഫുൾ സെൻറ്റൻസ് ആൻസേഴ്സ് ആയിരിക്കും. WH ക്വസ്റ്റ്യൻസിൻ്റെ കോമൺ വേർഡ്സ് പഠിക്കാം. വാട്ട് ഫോർ തിങ്സ്, സാധനങ്ങളെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ വാട്ട്. വേർ ഫോർ പ്ലേസസ്, ഏതെങ്കിലും സ്ഥലത്തെക്കുറിച്ചിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ വേർ. വെൻ ഫോർ ടൈം, സമയത്തെ സൂചിപ്പിക്കുന്നതാണ് വെൻ. വൈ ഫോർ റീസൺസ്, ഏതെങ്കിലും കാരണങ്ങളെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ വൈ എന്ന ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിക്കണം. ഹൂ ഫോർ പീപ്പിൾ, ഏതെങ്കിലും വ്യക്തികളെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ ഹൂ എന്ന ക്വസ്റ്റ്യൻ വേർഡാണ് യൂസ് ചെയ്യേണ്ടത്. വിച്ച് ഫോർ ചോയ്സസ്, ഒന്നിൽ അധികം വസ്തുക്കളെ വെച്ച് ഇതിൽ ഏത് എന്നുള്ള ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഓപ്ഷൻ നൽകുകയാണെങ്കിൽ വിച്ച് എന്ന് ചോദിക്കാം. ഹൗ ഫോർ മെത്തേഡ് ഓർ കണ്ടീഷൻ, ഹൗ എന്നത് ഏതെങ്കിലും ഒരു കണ്ടീഷനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെത്തേഡിനെയാണോ ഇവിടെ യൂസ് ചെയ്യുന്നത്. സ്ട്രക്ചർ, WH വേർഡ്, ഹെൽപ്പിംഗ് വേർബ്, സബ്ജക്റ്റ്, മെയിൻ വേർബ്. ഇതിൽ നമുക്ക് ഒന്നും ടെൻഷൻ അടിക്കാനില്ല. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസിൽ WH വേർഡ് ഉണ്ടായിരുന്നില്ല. റെസ്റ്റ് ഓഫ് ദ തിങ്സ് ലൈക്ക് ഹെൽപ്പിംഗ് വേർബ്, സബ്ജക്റ്റ്, മെയിൻ വെർബ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഹെൽപ്പിംഗ് വേർബിന് മുന്നായിട്ട് ഒരു WH വേർഡും കൂടി യൂസ് ചെയ്യണം. അത്രയേ ഉള്ളൂ ഇതിൽ നമുക്ക് പഠിക്കാനായിട്ട്. എക്സാമ്പിൾസ്. വാട്ട് ആർ യു ഡൂയിങ്, നീ എന്താണ് ചെയ്യുന്നത്. എന്ത്, വാട്ട്. ആറാണ് ഇവിടുത്തെ ഹെൽപ്പിംഗ് വേർബ്. യു ആണ് സബ്ജക്റ്റ്. ഡൂയിങ് എന്ന് പറയുന്നതാണ് മെയിൻ വേർബ്. വേർ ഡു യു ലിവ്, ഇവിടെ നീ എവിടെയാണ് താമസിക്കുന്നത്. വേർ എന്ന് പറയുന്നത് താമസിക്കുന്നത്. അപ്പോൾ ഒരു സ്ഥലത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് വേർ എന്ന് വയ്ക്കുക, എവിടെ. ഡു എന്നതാണ് ഇതിലെ ഹെൽപ്പിംഗ് വേർബ്. യു എന്നത് സബ്ജക്റ്റ്. ലിവ് എന്നതാണ് മെയിൻ വെർബ്. വൈ ആർ യു ലേറ്റ്, നീ എന്തുകൊണ്ടാണ് താമസിച്ചത്. വൈ, എന്തുകൊണ്ട്. വൈ, അത് നമ്മളൊരു റീസണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നീ എന്താ താമസിച്ചത് അതിൻ്റെ കാരണം പറയാൻ പറയില്ലേ. അപ്പോൾ കാരണം പറയുമ്പോഴാണ് വൈ എന്ന് യൂസ് ചെയ്യുക. ആർ ഹെൽപ്പിംഗ് വേർബാണ്. യു സബ്ജക്റ്റാണ്. ലേറ്റ് മെയിൻ വെർബാണ്. ഹൗ ഡിഡ് യു ലേൺ ഇംഗ്ലീഷ്, നീ എങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിച്ചത്. എങ്ങനെ, ഹൗ. ഡിഡ് എന്ന് പറയുന്നത് ഹെൽപ്പിംഗ് വേർബാണ്. യു എന്ന് പറയുന്നത് സബ്ജക്റ്റാണ്. ലേൺ എന്ന് പറയുന്നത് മെയിൻ വെർബാണ്. അതിന് ശേഷമാണ് നമുക്ക് എന്താണോ അഡീഷണലായിട്ട് കൂട്ടിച്ചേർക്കേണ്ട കാര്യങ്ങൾ അത് എഴുതാം. ഓക്കെ. ഹു ഈസ് യുവർ ടീച്ചർ, ആരാണ് നിൻ്റെ ടീച്ചർ. ആര് എന്ന് ചോദിക്കുന്നതിന്
ഹൂ. ഈസ് എന്നതാണ് ഇവിടുത്തെ ഹെൽപ്പിംഗ് വേർബ്. യുവർ എന്ന് പറയുന്നത് സബ്ജക്റ്റ്. ടീച്ചർ എന്നതാണ് ഇവിടുത്തെ മെയിൻ വേർബായിട്ട് യൂസ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹു ഈസ് എ ടീച്ചർ, ആരാണ് നിൻ്റെ ടീച്ചർ. അപ്പോൾ ഇവിടെ ആരാണ് നിൻ്റെ എന്നതിന് ശേഷം നമുക്ക് എന്താണ് ലാസ്റ്റ് ചോദിക്കാനുള്ളത് ആ ഒരു വേർഡ് എഴുതിയാൽ മതി. സ്പെഷ്യൽ ഹൗ ഫോംസ്. ഇവിടെ ഞാൻ പറഞ്ഞു ഹൗ എന്നത് എങ്ങനെ എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ അതേ മീനിങ്ങിലല്ല. ചിലപ്പോഴൊക്കെ നമുക്ക് ഹൗ എന്നുള്ളത് ചില കാര്യങ്ങളിൽ ഫിക്സ്ഡ് ആണ്. അത് നമുക്ക് അങ്ങനെ ചോദിക്കാൻ പറ്റൂ. ഇപ്പോൾ ഹൗ ഓൾഡ് ആർ യു, നിനക്ക് എത്ര വയസ്സായി എന്നുള്ളത് നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കുമ്പോൾ ഹൗ എന്നത് എങ്ങനെ എന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത്. പക്ഷേ ഇവിടെ നിനക്ക് എത്ര വയസ്സായി, എത്ര എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഹൗ ആണ് യൂസ് ചെയ്യുക. ഓക്കെ, ശരിക്കും എത്ര എന്ന് ഇംഗ്ലീഷിൽ ചോദിക്കുന്നത് ഹൗ മെനി എന്നാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇത് ഫിക്സാണ്. ഇംഗ്ലീഷിൽ ഈ ഒരു കാര്യങ്ങൾ ഫിക്സ്ഡ് ആണ്, നമ്മളത് മാറ്റുന്നില്ല. ഇത് കാണാതെ പഠിക്കേണ്ട കാര്യമാണ്. ഹൗ ഓൾഡ് ആർ യു, നിനക്ക് എത്ര വയസ്സായി. ഓക്കെ, ഹൗ മച്ച് ഈസ് ദിസ്, ഇത് എത്രയാണ്. എത്ര എന്ന് ചോദിക്കുമ്പോൾ ഹൗ മച്ച്. ഹൗ മെനി സ്റ്റുഡൻസ് ആർ ദെയർ, ഇവിടെ എത്ര സ്റ്റുഡൻസ് ഉണ്ട്. എത്ര എന്ന് ചോദിക്കുമ്പോൾ ഇവിടെയും ഹൗ മെനി ആണ് വരുന്നത്. നേരത്തെ ഹൗ മച്ച് എന്ന് ചോദിച്ചു, അതും എത്ര തന്നെയാണ്. ഇത് എന്തോരമാണ്, ഇത് എത്രയാണ്, അതാണ് ഹൗ മച്ച്. ഹൗ മെനി, ഹൗ മെനി എന്ന് പറയുമ്പോൾ നമുക്ക് എണ്ണം എടുക്കാൻ പറ്റും. ഹൗ മച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് എണ്ണാൻ പറ്റുന്നില്ല. അതാണ് വ്യത്യാസം. ഇപ്പോൾ അരിപ്പൊടി എടുത്തിട്ട് ഇത് എത്രയാണ് എന്ന് ചോദിക്കുക, അല്ലെങ്കിൽ അരി അളന്നുകൊണ്ട് ഇത് എത്രയാണ് എന്ന് ചോദിക്കുമ്പോൾ നമുക്കവിടെ എണ്ണാൻ പറ്റുന്നില്ല. അതേസമയം ഹൗ മെനി എന്ന് ചോദിക്കുന്നിടത്ത് നമുക്ക് എണ്ണാൻ പറ്റും. സ്റ്റുഡൻസ്, ഹൗ മെനി സ്റ്റുഡൻസ് ആർ ദെയർ, അവിടെ എത്ര കുട്ടികളുണ്ട്, കുട്ടികളുടെ എണ്ണം എടുക്കാൻ പറ്റും. ഹൗ മെനി പീപ്പിൾ ആർ അറ്റ് ഹോം, അങ്ങനെയൊക്കെ ചെയ്യും. ഹൗ മെനി മെമ്പേഴ്സ് ആർ ദെയർ ഇൻ യുവർ ഹോം എന്നൊക്കെ നമുക്ക് ചോദിക്കുമ്പോൾ ഹൗ മെനി എന്ന് ചോദിക്കുമ്പോൾ എന്താ, എണ്ണാൻ സാധിക്കുന്നതാണ്. ഹൗ ഓഫൺ ഡു യു പ്രാക്ടീസ്, ഹൗ ഓഫൺ ഡു യു പ്രാക്ടീസ്, ഇവിടെ നീ പ്രാക്ടീസ് എത്ര സമയത്തിനുള്ളിലൊക്കെ നീ പ്രാക്ടീസ് എടുക്കുന്നുണ്ട്, എങ്ങനെയാണ് നീ പ്രാക്ടീസ് എടുക്കുന്നത്, ഓഫൺ പ്രാക്ടീസ് എടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നതാണ്. വെച്ചാൽ നീ എപ്പോഴും പ്രാക്ടീസ് എടുക്കാറുണ്ടോ എന്നുള്ള ഒരു ചോദ്യത്തിൽ ഹൗ ഓഫൺ എന്നാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഹൗ യൂസ് ചെയ്യുന്ന രീതികളാണത്. പൊളൈറ്റ് ക്വസ്റ്റ്യൻസ്, വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ റിയൽ ലൈഫ്. എന്താണ് ഈ പൊളൈറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഇൻ റിയൽ കോൺവെർസേഷൻസ് വി ഷുഡ് സൗണ്ട് പൊളൈറ്റ്, നോട്ട് ഡയറക്റ്റ് ഓർ റൂഡ്. നമ്മളുടെ ഡെയിലി ലൈഫിൽ നമ്മൾ കോൺവെർസേഷൻ ചെയ്യുമ്പോൾ, നമ്മൾ സംസാരിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ യൂസ് ചെയ്യേണ്ട, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യേണ്ട ഒരു മോഡെന്ന് പറയുന്നത് പൊളൈറ്റ് ആയിരിക്കണം, അല്ലാതെ ഡയറക്റ്റ് ഓർ റൂഡ് ആയിരിക്കരുത്. റൂഡ് എന്നൊക്കെ പറയുന്നത് നമുക്ക് കുറച്ചും കൂടി മോശമായിട്ടുള്ള രീതിയാണ്, അല്ലെങ്കിൽ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള രീതിയാണ്. അതിനേക്കാട്ടിലും പൊളൈറ്റായിട്ട് യൂസ് ചെയ്യുന്ന രീതിയാണ് കുറച്ചും കൂടി ബെറ്റർ കോൺവെർസേഷൻ. യൂസ് പൊളൈറ്റ് എക്സ്പ്രഷൻസ്. ക്യാൻ യു, കുഡ് യു, വുഡ് യു, മേ ഐ. ക്യാൻ യു എന്ന് ചോദിക്കുന്നത് നിനക്ക് കഴിയുമോ. ഓക്കെ, ഇവിടെ നമ്മൾക്ക് കുറച്ചും കൂടി നമ്മൾ വളരെ പൊളൈറ്റ് ആയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എന്താ പറയുക, കുറച്ചും കൂടി റെസ്പെക്റ്റ് മറ്റൊരു വ്യക്തിക്ക് കൊടുത്തുകൊണ്ടാണ് ചോദിക്കുന്നത്. ക്യാൻ യു, നിനക്ക് ചെയ്യാൻ കഴിയുമോ എന്നുള്ള രീതിയിലാണ്
ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. കുറച്ചും കൂടിയും പൊളൈറ്റ് ആവാം. ക്യാൻ യു ഒക്കെയാണ്. കുറച്ചും കൂടിയും പൊളൈറ്റ്ലി ചോദിക്കണമെങ്കിൽ കുഡ് യു. ഓക്കെ, ഇനി അതിനേക്കാട്ടിലും പൊളൈറ്റ്, വെരി പൊളൈറ്റ്, വുഡ് യു. പിന്നെ ഒരു ഫോർമാറ്റ് പൊളൈറ്റായിട്ട് മേ ഐ. നമ്മൾ സ്കൂളിൽ അല്ലെങ്കിൽ ഓഫീസിൽ ഒക്കെയാണ് കൂടുതലും ഫോർമാറ്റായിട്ട് ഫോർമലായിട്ട് സംസാരിക്കുക. അവിടെയാണ് മേ ഐ എന്ന് യൂസ് ചെയ്യുക. നേരത്തെ നമ്മൾ പറഞ്ഞു ഡയറക്റ്റ് അല്ലെങ്കിൽ നോട്ട് പൊളൈറ്റ് ഓർ റൂഡ് ഇങ്ങനെയൊന്നും നമുക്ക് സംസാരിക്കാൻ പാടില്ല എന്ന്. അതിന് എക്സാമ്പിൾസ് പറയുമ്പോൾ ഗിവ് മീ വാട്ടർ, ടെൽ മീ ദി ആൻസർ. നമ്മുടെ ഡെയിലി ലൈഫിൽ അല്ലെങ്കിൽ ഡെയിലി കോൺവെർസേഷനിൽ നമ്മൾ ഗിവ് മീ വാട്ടർ എന്ന് പറയുന്നതിനേക്കാട്ടിലും നല്ലതാണ് ക്യാൻ യു എന്ന് വെച്ച് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഗിവ് മീ എന്ന് പറയുന്നത് എനിക്ക് വെള്ളം തരൂ, എനിക്ക് വെള്ളം തായോ എന്ന് പറയുക. അപ്പോൾ അത് പൊളൈറ്റായിട്ട് എങ്ങനെ യൂസ് ചെയ്യാം? ക്യാൻ യു ഗിവ് മീ സം വാട്ടർ. ഓക്കെ, അവിടെ ക്യാൻ യു എന്ന് പ്ലേസ് ചെയ്താൽ മതി. ടെൽ മീ ദി ആൻസർ, എന്നോട് ഉത്തരം പറയൂ എന്ന് ചോദിക്കുന്നത് നോട്ട് പൊളൈറ്റ്. അവിടെ ഒരു പൊളൈറ്റ്നെസ് വരുന്നില്ല. ഇത് ടെൽ മീ ദി ആൻസർ തന്നെ നമുക്കതിന് ഫസ്റ്റായിട്ട് മുൻപായിട്ട് കുഡ് യു ടെൽ മീ ദി ആൻസർ, നിനക്ക് ഉത്തരം പറയാൻ കഴിയുമോ, കുഡ് യു എന്ന് ചോദിച്ചാൽ മതിയാവും, പൊളൈറ്റാകും. വുഡ് യു ഹെൽപ്പ് മീ, എന്നെ സഹായിക്കുമോ. ഇവിടെ നമുക്ക് വുഡ് യു ആണ് വയ്ക്കുന്നത്. അതെന്താ കുഡ് യു വയ്ക്കാതെ വുഡ് യു വെച്ചത്? എന്നെ സഹായിക്കുമോ, നമ്മൾ ഐ വിൽ ഹെൽപ്പ് യു എന്ന് പറയും. ഞാൻ നിന്നെ സഹായിക്കാം എന്നതിൻ്റെ ഇംഗ്ലീഷ് ഐ വിൽ ഹെൽപ്പ് യു. അപ്പോൾ ഇതാണ് നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് ആക്കുന്നത്. ക്വസ്റ്റ്യനിലേക്ക് ആക്കുമ്പോൾ ഇവിടെ ഹെൽപ്പിംഗ് വെർബായിട്ടുള്ള വിൽ വുഡ് ആവുകയാണ് ചെയ്യുന്നത്. മേ ഐ കം ഇൻ, ഞാൻ അകത്തോട്ട് വന്നോട്ടെ. നമ്മൾ പലപ്പോഴും ഓഫീസിലും അതുപോലെ ഫോമലായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് മേ ഐ. ഓക്കെ, എക്സ്ട്രാ പൊളൈറ്റ് ഫ്രേസസ്. ഇനി പൊളൈറ്റ് ഫ്രേസസിന് അല്ലെങ്കിൽ പൊളൈറ്റായിട്ട് യൂസ് ചെയ്യുന്ന മറ്റ് എക്സാമ്പിൾസുകളാണ് എക്സ്ക്യൂസ് മീ, പ്ലീസ്, കുഡ് യു പ്ലീസ്, ഡു യു മൈൻഡ്. ഈ വേർഡ്സൊക്കെ നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാം. എക്സ്ക്യൂസ് മീ എന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അവരുടെ ഇടയിൽ കയറി സംസാരിക്കണമെങ്കിൽ എക്സ്ക്യൂസ് മീ എന്ന് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഒരു വ്യക്തിയോട് തന്നെ അദ്ദേഹം വേറെന്തെങ്കിലും പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ഒന്ന് ഇൻറ്ററപ്റ്റ് ചെയ്ത് അതിനിടയിൽ കയറി നമുക്ക് എന്തെങ്കിലും കാര്യം ചോദിക്കണമെങ്കിൽ എക്സ്ക്യൂസ് മീ യൂസ് ചെയ്യാം. ഓക്കെ, അങ്ങനെ പല സന്ദർഭങ്ങളിൽ ഈ എക്സ്ക്യൂസ് മീ എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നുണ്ട്. പ്ലീസ്, അത് നമ്മൾക്ക് അറിയാം, പലപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പ്ലീസ്. കുഡ് യു പ്ലീസ്, കുറച്ചും കൂടി പൊളൈറ്റായിട്ട് നമ്മൾ ചോദിക്കുകയാണ് കുഡ് യു പ്ലീസ്. ഇനി ഡു യു മൈൻഡ്. ഡു യു മൈൻഡ് എന്നുള്ള ഒരു വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു ഫ്രേസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡു യു മൈൻഡ് സ്പീക്കിംഗ് സ്ലോലി, നിങ്ങൾക്ക് പതുക്കെ സംസാരിക്കുന്നതിൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുക. ഡു യു മൈൻഡ് ക്ലോസിങ് ദ വിൻഡോ, വിൻഡോ ക്ലോസ് ചെയ്യുന്നതിൽ കുഴപ്പമുണ്ടോ. ഡു യു മൈൻഡ് ഓപ്പണിംഗ് ദ ഡോർ, ഞാൻ വാതിൽ തുറന്നോട്ടെ എന്നൊക്കെ ചോദിക്കുന്നതാണത്. അപ്പോൾ ഈ ഡു യു മൈൻഡ് എന്ന് ചോദിക്കുന്നത് കുറച്ചും കൂടി നല്ലൊരു ഫ്രേസാണ്. റിയൽ ലൈഫ് എക്സാമ്പിൾസ്. ഇനി നമ്മളുടെ ഡെയിലി ലൈഫിൽ നമ്മളിതെങ്ങനെയാണ് യൂസ് ചെയ്യുക? എക്സ്ക്യൂസ് മീ, വെർ ഈസ് ദ ബസ് സ്റ്റോപ്പ്. അപ്പോൾ നമ്മളൊരു വ്യക്തിയോട് ബസ് സ്റ്റോപ്പ് എവിടെയാണ് എന്ന് ചോദിക്കുന്നത് ആ വ്യക്തി എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ നമ്മളെ അറിയില്ല, നമ്മളെ നോക്കുന്നേ ഇല്ല. അപ്പം നമ്മൾ അയാളോട് പെട്ടെന്ന് പോയി ചോദിക്കുമ്പോൾ
ഒരു എക്സ്ക്യൂസ് മീ എന്ന് വെച്ച് ചോദിക്കുമ്പോൾ കുറച്ചും കൂടി പൊളൈറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ലൊരു ഫ്രേസാണത്. കുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ? എന്നെ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമോ? കുഡ് യു പ്ലീസ്? ഓക്കെ. ഡു യു മൈൻഡ് ഓപ്പണിംഗ് ദ വിൻഡോ? ഈ വിൻഡോ ഓപ്പൺ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് കുഴപ്പമുണ്ടോ? മേ ഐ ആസ്ക് യു എ ക്വസ്റ്റ്യൻ? ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ? ആ ചോദിച്ചോട്ടെ എന്ന് ചോദിക്കുന്നതാണ് മേ ഐ. ഓക്കെ. അപ്പോൾ ഇത്രയും പഠിച്ചു കഴിഞ്ഞെങ്കിൽ ക്വിക്ക് പ്രാക്ടീസ് നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം പെട്ടെന്ന്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു എങ്കിലും അത് റിപ്പീറ്റ് ചെയ്യുകയാണ്. നമ്മളെങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ ഫോം ചെയ്യുന്നത്? യു ആർ ഹാപ്പി, നീ ഹാപ്പിയാണ് എന്നുള്ള ഈ ഒരു സെൻറ്റൻസിനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ ആക്കേണ്ടത്. യു ആർ ഹാപ്പി അതൊരു ക്വസ്റ്റ്യൻ അല്ല, അതൊരു ആൻസറാണ്, അല്ലെങ്കിൽ അതൊരു സെൻറ്റൻസാണ്. നീ ഹാപ്പിയാണ്. ഇവിടെ ആർ എന്ന് പറയുന്നതാണ് ഹെൽപ്പിംഗ് വേർബ്. ഇത് നമ്മൾ ഫസ്റ്റ് എഴുതുന്നു. അതിന് ശേഷമാണ് യു എന്ന് പറയുന്ന സബ്ജക്റ്റ്, പിന്നെ മെയിൻ വേർബ് ഹാപ്പി. ആർ യു ഹാപ്പി? ഷീ ലൈക്സ് ടീ, അവൾക്ക് ചായ ഇഷ്ടമാണ്. ഇതിനെയാണ് നമ്മൾ ചോദ്യമാക്കുന്നത്. അവൾക്ക് ചായ ഇഷ്ടമാണ്. അപ്പം നമ്മൾ എങ്ങനെ ചോദിക്കുക? അവൾക്ക് ചായ ഇഷ്ടമാണോ? അവിടെയാണ് നമ്മൾ ഷീ എന്ന് പറയുമ്പോൾ ഡസ് യൂസ് ചെയ്യണം. ഷീ, ഹി ഈ വാക്കുകൾ യൂസ് ചെയ്യുമ്പോൾ ഡസ് യൂസ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഡസ് ഷീ ലൈക്ക് ടീ? ഇവിടെ നമ്മളൊരു ഷീ ലൈക്സ് എന്ന് വയ്ക്കുന്നുണ്ട്. പക്ഷെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ലൈക്സ് എന്ന് വരില്ല. ആ എസ് ആണ് ലൈക്സിൻ്റെ, ഈ എസ് ആണ് നമ്മൾ ഡസ് ആക്കിയിട്ട് ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. ഓക്കെ. ദേ വെൻറ്റ് ഹോം, അവർ വീട്ടിൽ പോയി. അവർ വീട്ടിലേക്ക് പോയി എന്നുള്ളതിന് ചോദ്യമായിട്ട് നമ്മൾ എങ്ങനെ ചോദിക്കും? അവർ വീട്ടിലേക്ക് പോയോ? പോയോ എന്ന് ചോദിക്കുന്നതിന് ഡിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പാസ്റ്റ് സിമ്പിളാണ്. ഓക്കെ. പോയോ എന്നാണ് ചോദിക്കുന്നത്. അവർ പോയി എന്നാണ് ആൻസർ അല്ലേ? അപ്പോൾ അതിനെയാണ് നമ്മൾ പോയോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ അവിടെ പാസ്റ്റാണ് ഡിഡ്. ദേ വെൻറ്റ്, വെൻറ്റിനെ നമ്മൾ വെൻറ്റ് എന്നുള്ളതാണ് പോയി എന്നുള്ളത്. ചോദ്യം ചോദിക്കുമ്പോൾ അത് ഗോ ആയിട്ട് മാറും. ഓക്കെ. ഡിഡ് ദേ ഗോ ഹോം? മേക്ക് WH ക്വസ്റ്റ്യൻസ്. നമ്മൾ പഠിച്ചു എങ്ങനെയാണ് WH ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക എന്നുള്ളത്. ഒന്നും കൂടി നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. യു ലിവ് ഇൻ കൊച്ചി, അതൊരു WH ക്വസ്റ്റ്യൻ അല്ല, പക്ഷേ അതൊരു ആൻസറാണ്. യു ലിവ് ഇൻ കൊച്ചി, നീ കൊച്ചിയിലാണ് താമസിക്കുന്നത്. ഇതിനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ ആക്കേണ്ടത്. ഇവിടെ ഡു യു ലിവ് ഇൻ കൊച്ചി എന്നല്ല, യു ലിവ് ഇൻ കൊച്ചി. ഇത് WH ക്വസ്റ്റ്യൻ ആണ്, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ അല്ല. അപ്പോൾ യു ലിവ് ഇൻ കൊച്ചി എന്ന് പറയുന്നത്, കൊച്ചി എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. സ്ഥലമാകുമ്പോൾ നമ്മൾ WH ക്വസ്റ്റ്യനിൽ വേർ എന്നാണ് യൂസ് ചെയ്യേണ്ടത്. വേർ ഡു യു ലിവ്? യു ആർ ലേറ്റ്, നീ ലേറ്റ് ആണ്. ഇവിടെ നീ ലേറ്റ് ആണ് എന്ന് പറയുന്നത് ഒരു കാരണത്തെയാണ് നമുക്ക് ഇവിടെ സൂചിപ്പിക്കേണ്ടത്. അപ്പോൾ വൈ ആർ യു ലേറ്റ്? നീ എന്തുകൊണ്ടാണ് ലേറ്റ് ആയത്? യു സ്റ്റഡി ഇംഗ്ലീഷ്, നീ ഇംഗ്ലീഷ് ആണ് പഠിക്കുന്നത്. ഹൗ ഡു യു സ്റ്റഡി ഇംഗ്ലീഷ്? നീ എങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിക്കുന്നത്? ഹൗ എന്നുള്ളതാണ് എങ്ങനെ. നമുക്ക് എന്ത് ചോദ്യമാണ് ചോദിക്കേണ്ടത് അതനുസരിച്ച് WH ക്വസ്റ്റ്യൻസിലെ ക്വസ്റ്റ്യൻ വേർഡ്സ് യൂസ് ചെയ്യുക. ഓക്കെ. സിമ്പിൾ ലേണിംഗ് ടിപ്പ് യു ക്യാൻ സേ ദിസ്. ഒരു ചെറിയൊരു സിമ്പിളായിട്ട് ഇപ്പം ഇത്രയും കാര്യങ്ങൾ പഠിച്ചതിന് ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ഇഫ് ദ ആൻസർ ഈസ് യെസ് ഓർ നോ,
യൂസ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. നിങ്ങൾക്കറിയാം ആൻസറായിട്ട് വരിക യെസ് അല്ലെങ്കിൽ നോ ആണെങ്കിൽ നമ്മൾ പഠിച്ച യെസ് ഓർ നോ ക്വസ്റ്റ്യൻ്റെ മോഡ് ഉപയോഗിക്കുക. ഇഫ് യു നീഡ് മോർ ഇൻഫോർമേഷൻ യൂസ് WH ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് യെസ് നോയൊന്നും വേണ്ട, നിങ്ങൾക്ക് ഒരു ചോദ്യത്തിൻ്റെ ആൻസർ കംപ്ലീറ്റ് സെൻറ്റൻസ് ആണ് ആവശ്യമെങ്കിൽ അവിടെയാണ് നമ്മൾ WH ക്വസ്റ്റ്യൻസ് യൂസ് ചെയ്യേണ്ടത്. ഇഫ് യു വാണ്ട് ടു സൗണ്ട് റെസ്പെക്റ്റ്ഫുൾ യൂസ് പൊളൈറ്റ് ക്വസ്റ്റ്യൻസ്. കുറച്ചും കൂടി റെസ്പെക്റ്റ്ഫുള്ളി ആയിട്ടുള്ള രീതിയിലാണ് നിങ്ങൾക്ക് ചോദിക്കേണ്ടതെങ്കിൽ പൊളൈറ്റ് ക്വസ്റ്റ്യൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ 30 ഡേയ്സിൻ്റെ ചാലഞ്ചാണ് എടുത്തിട്ടുള്ളത്. 14th ഡേ ആണിന്ന്. അപ്പോൾ ഇത്രയും ദിവസം നമ്മൾ പഠിച്ച കാര്യങ്ങൾ റിവൈൻഡ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു കാര്യം സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇംഗ്ലീഷ് നന്നായി പഠിക്കണ്ടേ, എന്നും സംസാരിക്കണ്ടേ, ഫ്ലുവൻ്റ് ആക്കണ്ടേ. അപ്പോൾ അതിനായിട്ട് ഡെയിലി നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ഈ 14 ഡേയ്സിൻ്റെ ക്ലാസ്സുകളും ഒന്നും കൂടി ഒന്ന് റിവൈൻഡ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഓക്കെ, എങ്കിൽ മാത്രമേ നമുക്കത് സംസാരിക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി നിങ്ങൾക്ക് കൂട്ടായിട്ട് ആരുമില്ല സംസാരിക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് സ്വന്തമായിട്ടെങ്കിലും സംസാരിച്ച് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് പഠിക്കൂ. ഓക്കെ, അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. Okay, so thank you for watching the video. We'll meet you with the next video. By then, take care and goodbye.